മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയൻ കമാൻഡന്റും മുൻ കേരള ഫുട്ബോൾ താരവുമായ അന്തരിച്ച A. ശ്രീനിവാസന് സഹപ്രവർത്തകരുടെ അന്ത്യാഞ്ജലി. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ബുധനാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം. മാങ്ങാട്ടുപറമ്പ് KAP ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കണ്ണൂർ കൊറ്റാളിക്കടുത്തുള്ള അത്താഴക്കുന്ന് സ്വദേശിയായ ശ്രീനിവാസൻ ദാരിദ്ര്യത്തോടും കഷ്ടപ്പാടുകളോടും പടവെട്ടിയാണ് കായികരംഗത്ത് തന്റെ ഇടം കണ്ടെത്തിയത്. 19-ാം വയസ്സിൽ ഏഷ്യൻ ജൂനിയർ ഫുട്ബോൾ ടീമിൽ ഇന്ത്യക്കായി ബൂട്ടണിഞ്ഞ ശ്രീനിവാസൻ ശ്രദ്ധേയനായ താരമായിരുന്നു. 1990-ൽ ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ റൗണ്ട് മത്സരങ്ങളിൽ വടക്കൻ കൊറിയ, ഖത്തർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യക്കായി ഇദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്തു. കായികരംഗത്തെ മികവിനെ തുടർന്ന് 1992-ൽ കേരള പോലീസിൽ ASI ആയി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. MSPയിൽ ഡെപ്യൂട്ടി കമാൻഡന്റായും RRRF, KAP 1, 2, 4 എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് കമാൻഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2025 ജൂലൈ 1-നാണ് മാങ്ങാട്ടുപറമ്പ് KAP കമാൻഡന്റായി ചുമതലയേറ്റത്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച വൈകിട്ടോടെ മംഗലാപുരത്തെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം വ്യാഴാഴ്ച രാവിലെ മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയൻ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചു. ശ്രീനിവാസന്റെ ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. മുൻമന്ത്രി EP ജയരാജൻ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, DIG യതീഷ് ചന്ദ്ര, കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനോജ് പലിവാൾ തുടങ്ങിയ ഉദ്യോഗസ്ഥ പ്രമുഖരും സഹപ്രവർത്തകരും പൊതുജനങ്ങളും അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം കൊറ്റാളി സമുദായ ശ്മശാനത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.